പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 3 വ്യാഴം. പ്രധാന വാർത്തകൾ. കലാലയം സാംസ്കാരിക വേദി ഒമാൻ സംഘടിപ്പിക്കുന്ന 14ാമത് എഡിഷൻ നാഷണൽ സാഹിത്യോത്സവ് നവംബർ 15-ന് അൽ-ഹൈൽ പ്രിൻസ് പാലസിൽ നടക്കും. സാഹിത്യോത്സവ സാംസ്കാരിക സമ്മേളനത്തിൽ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസം ചരിത്രമെഴുതിയ പ്രയാണങ്ങൾ എന്ന ശീർഷകത്തിലാണ് ഇത്തവണ നാഷണൽ സാഹിത്യോത്സവം അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കുന്നത്. സാഹിത്യ ചർച്ചകൾ, സാംസ്കാരിക സദസ്സുകൾ, സാഹിത്യോത്സവ് അവാർഡ് തുടങ്ങിയവയും അനുബന്ധമായി നടക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയും ഒമാനും സഹകരണം കൂടുതൽ ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി സംയുക്ത ഡിഗ്രി പ്രോഗ്രാം തുടങ്ങാൻ തീരുമാനിച്ചു. സുഹാർ യൂണിവേഴ്സിറ്റിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് റോഹ്തക്കും ആണ് സംയുക്ത ഡിഗ്രി പ്രോഗ്രാം തുടങ്ങാൻ ധാരണയിലെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കരാർ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് ഹാർ സർവകലാശാലയും ആയി കരാർ ഒപ്പുവെച്ചു. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ ഇന്നൊവേഷൻ മന്ത്രി ഡോക്ടർ റഹ്മ ബിൻത് ഇബ്രാഹിം ബിൻ സയീദ് അൽ മഹ്റൂഖിയ പങ്കെടുത്തു. ഉഭയകക്ഷി വിദ്യാഭ്യാസ ശ്രമങ്ങളിൽ ഒരു പുതിയ നാഴികക്കല്ല് എഴുതി ചേർക്കുന്നതാണ് ഈ സഹകരണം. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സഹകരണത്തെയും ഈ മേഖലയിലെ ഭാവി സഹകരണത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് അംബാസിഡർ അമിത് നാരംഗ് ചടങ്ങിൽ സംസാരിച്ചു. മസ്കത്ത് ഒമാന്റെ വടക്കൻ മേഖലയിൽ കനത്ത നാശം വിതച്ച ഷഹീൻ ചുഴലിക്കാറ്റിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 3 ആണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു ഷഹീൻ. 10-ൽ അധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും കനത്ത കൃഷിനാശം, മറ്റു നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ഷഹീൻ ചുഴലിക്കൊടുങ്കാറ്റ് ബാധിച്ചത് 26,166 പേരെയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. 2021 ഒക്ടോബർ 3-ന് വൈകിട്ട് 6-നും 9-നും ഇടയിലാണ് ഷഹീൻ തീരം തൊടുന്നത്. വടക്കൻ ബാത്തിന, ദാഖിറ, ബുറൈമി, ദാഖിലിയ എന്നീ ഗവർണറേറ്റുകളിലാണ് കൂടുതൽ നാശം ചൊരിഞ്ഞത്. ബാത്തിനയിലെ സുവൈഗ് വിലായത്തിലാണ് കൂടുതൽ പേരെ ബാധിച്ചത്. ഇവിടെ 14,311 പേരെ ബാധിച്ചു. ഖാബൂറയിൽ 6,101 പേരെയും മുസന്നയിൽ 4,446 പേരെയും സഹം 1,308 പേരെയും ബാധിച്ചു. നിരവധി വീടുകളും മലയാളികളുടേതടക്കം നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങളും തകർന്നു. എന്നാൽ സർക്കാർ സംവിധാനങ്ങൾ ചടുലതയോടെ പ്രവർത്തിച്ചതിനാൽ സാധാരണ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് എത്തിപ്പിടിക്കാനായി. വീടും മറ്റും നഷ്ടമായവർക്ക് സർക്കാരിന്റെ സഹായവും ലഭിച്ചിരുന്നു. മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മദിനം മസ്കത്ത് ഇന്ത്യൻ എംബസിയിൽ ആഘോഷിച്ചു. എംബസിയിൽ നടന്ന ചടങ്ങിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ്, എംബസി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അംബാസിഡർ സ്വച്ഛത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ശുചിത്വം നമ്മുടെ പരിസ്ഥിതിയുടെയും സമൂഹത്തിന്റെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും പരിസരം വൃത്തിയായും ഹരിതമായും നിലനിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും അംബാസിഡർ പറഞ്ഞു. അഹിംസ, സത്യം, സാമൂഹിക നീതി എന്നീ തത്വചിന്തയിലൂടെ ലോകമെമ്പാടുമുള്ള തലമുറകളെ പ്രചോദിപ്പിക്കുന്നതിന് തുടരുന്ന മഹാത്മാഗാന്ധിയുടെ ജീവിത സന്ദേശങ്ങൾ പകർന്ന് സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. നിലവിലെ സാഹചര്യം പരിഗണിച്ച് ഇറാനിലെ വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കി. ഒമാന്റെ ബജറ്റ് വിമാനമായ സലാം എയർ ഇന്നലെയും ഇന്നുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. സലാം എയർ അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ലെബനനിലേക്കുള്ള സർവീസുകളും കഴിഞ്ഞ ദിവസം മുതൽ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. എമർജിംഗ് ടീംസ് ഏഷ്യ കപ്പ് 2024 T20 ക്രിക്കറ്റ് ആരവങ്ങളിലേക്ക് ഒമാൻ. ആമിറാത്ത് ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ ഈ മാസം 18 മുതൽ 27 വരെയാണ് ടൂർണമെന്റ്. ഇന്ത്യൻ, പാകിസ്ഥാൻ ടീമുകൾ ഉൾപ്പെടെ 8 ടീമുകൾ 2 ഗ്രൂപ്പുകളിലായി അണിനിരക്കും. 25-ന് സെമി മത്സരങ്ങളും 27-ന് ഫൈനൽ പോരാട്ടവും അരങ്ങേറും. ടൂർണമെന്റിലെ മത്സരക്രമങ്ങൾ ഒമാൻ ക്രിക്കറ്റ് അധികൃതർ പുറത്തുവിട്ടു. പ്രതിദിനം 2 മത്സരങ്ങൾ വീതം അരങ്ങേറും. 18 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശ് എ ടീം ഹോങ്കോങ്ങിനെ നേരിടും.
വൈകിട്ട് 5:30 ശ്രീലങ്ക എ ടീം അഫ്ഗാനിസ്ഥാൻ എ ടീമുമായി ഏറ്റുമുട്ടും. ഒമാനിൽ സാഹസിക വിനോദ പരിപാടികൾ നടത്തുന്നതിന് ലൈസൻസ് നിർബന്ധമാണെന്ന് പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയം അറിയിച്ചു. ടൂറിസ്റ്റ് ഗൈഡ് കാർഡ് കൈവശമുള്ളവർക്കും ലൈസൻസ് ഉള്ള കമ്പനികൾക്കും മാത്രമാണ് ഇത്തരം വിനോദ പ്രവർത്തനങ്ങൾക്ക് അനുമതിയുള്ളത്. ലൈസൻസ് ഇല്ലാതെ സാഹസിക ടൂറിസം നടത്തുകയോ പരസ്യം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും. സാഹസിക ടൂറിസം പ്രവർത്തനങ്ങൾക്ക് ലൈസൻസ് ഉള്ള കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കാൻ സഞ്ചാരികളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു. സാഹസിക ടൂറിസം ട്രിപ്പുകളും ക്യാമ്പുകളും മറ്റും സംഘടിപ്പിക്കുന്നതിന് അനുമതിയുള്ള കമ്പനികൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ ശരിയായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സാഹസിക ടൂറിസം യാത്രകൾ സംഘടിപ്പിക്കാൻ താൽപ്പര്യമുള്ള കമ്പനികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മന്ത്രാലയം അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു. ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. നിശ്ചിത സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നവർക്ക് പരിശോധിച്ച് അനുമതി നൽകും. അതേസമയം സാമൂഹിക മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും സാഹസിക യാത്രകൾ പരസ്യം ചെയ്യുന്ന കമ്പനികളെയും വ്യക്തികളെയും കണ്ടെത്തിയതായി മന്ത്രാലയം അറിയിച്ചു. എല്ലാ ടൂറിസം പ്രവർത്തനങ്ങളും മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ്. ലൈസൻസ് ഇല്ലാതെയുള്ള എല്ലാത്തരം വിനോദ പ്രവർത്തനങ്ങളും ടൂറിസം നിയമത്തിലെ ആർട്ടിക്കിൾ 8 ലംഘനമാണ്. ലൈസൻസ് ഇല്ലാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമുള്ള ടൂറിസം പ്രവർത്തനങ്ങൾക്ക് 10 ദിവസം മുതൽ 6 ദിവസം വരെ തടവും 6000 മുതൽ 50,000 റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. ലൈസൻസ് നേടിയ സ്ഥാപനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടെ വീഴ്ച വരുത്തിയാൽ ശിക്ഷിക്കപ്പെടും. നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിന് അധികൃതർ തുടർ പരിശോധനകൾ നടത്തിവരുന്നുണ്ട്. അനുമതിയില്ലാതെ സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം പരസ്യം ചെയ്യുന്നതും നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം രാജ്യത്ത് സാഹസിക ടൂറിസം മേഖലയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് നിരവധി വിദേശ വിനോദസഞ്ചാരികളാണ് കടന്നുവരുന്നത്. ഈ മേഖലയിൽ പുതുതായി നിരവധി സ്ഥാപനങ്ങളും ആരംഭിക്കുന്നുണ്ട്. സാഹസിക ടൂറിസം രംഗത്ത് പുതിയ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് മന്ത്രാലയം നടപടി സ്വീകരിച്ചു വരികയാണ്. പർവ്വതനിരകളും കടലും ഉൾപ്പെടെ രാജ്യത്തിന്റെ പ്രകൃതിയും ഈ മേഖലയ്ക്ക് ഏറെ അനുകൂലമാണ്. സുഹാർ മലയാളി സംഘം ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സുഹാറുമായി ചേർന്ന് നടത്തുന്ന 9ാമത് യുവജനോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സ്റ്റേജിതര മത്സരങ്ങൾ ഈ മാസം 11-ന് സുഹാർ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഹാളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കവിത, ചെറുകഥാ രചന, ഉപന്യാസ രചന, പെൻസിൽ ഡ്രോയിങ്, പെൻസിൽ കളറിംഗ് എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം. കവിത, ഉപന്യാസം, ചെറുകഥ തുടങ്ങിയ മത്സരങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ പങ്കെടുക്കാം. വിവിധ വിഭാഗം തിരിച്ചാണ് മത്സരം നടക്കുക. യുവജനോത്സവം സ്റ്റേജ് മത്സരങ്ങൾ നവംബർ 1, 2 തീയതികളിൽ സുഹാറിൽ അരങ്ങേറും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.